നമസ്കാരം. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു നൂറ്റാണ്ട് തന്നെ തുടങ്ങിയാണ്. 1200 ആണ്ട് ചിങ്ങം 1 ആണ് ഇന്ന്. ഈ 1200 ആണ്ടിൽ രാജയോഗവും ഗജകേസരി യോഗവും അനുഭവപ്പെടാൻ പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് 1200 ആണ്ട് ചിങ്ങം 18-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ലൊരു സമയമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ആ സമയം വരെ ചില കാര്യങ്ങളിൽ വളരെ താമസമൊക്കെ നേരിട്ടിരുന്നു. അതെല്ലാം മാറി അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ 1200 ആണ്ട് എന്ന് പറയുന്നത്. കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിച്ച വിഷയത്തിലൊക്കെ പഠനം സാധ്യമാകുന്ന ഒരു സമയമാണ്. ഏറ്റവും മേന്മ എന്ന് പറയുന്നത് സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്കാണ്. ഇവരുടെ ബിസിനസ് വളരെയധികം വിപുലമാകുന്നതായിട്ട് കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നതാണ്. രേവതി നക്ഷത്രക്കാര് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് എല്ലാ ശനിയാഴ്ചയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 1200 ആണ്ട് ചിങ്ങമാസം മുതൽ രക്ഷപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. പുതിയ മലയാള വർഷത്തിൽ ചോതി നക്ഷത്രം നിറഞ്ഞ് ആടാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. ചിങ്ങം പകുതിയോടെ ചോതി നക്ഷത്രത്തിന്റെ ദിനങ്ങൾ ആരംഭിക്കുകയായി. തൊടുന്നതെല്ലാം പൊന്നാക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമായി മാറും ചോതി. ചോതി നക്ഷത്രക്കാരുടെ ഇനി അങ്ങോട്ടുള്ള പ്രയാണങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമായി ആണ് അനുഭവപ്പെടാൻ പോകുന്നത്. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. വളരെയധികം മാറ്റങ്ങളാണ് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈശ്വരവിശ്വാസം കൈവെടിയാതെ മുന്നോട്ട് പോകുക. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമാണ് നിങ്ങൾക്ക് കാണുന്നത്. വളരെയധികം ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം നന്നായി നടക്കുന്നതിനായി ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. 1200 ആണ്ട് ചിങ്ങമാസം മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കേസരി യോഗം എന്ന് തന്നെ പറയാം. ധനം, പ്രശസ്തി, ഐശ്വര്യം എന്നിവ ഒന്നു ചേർന്ന് വരുന്ന ഒരു അസുലഭമായിട്ടുള്ള സമയമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ടൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളുമാണ് ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. എല്ലാം നന്നായി വരുന്നതിനായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇതിൽപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് 1200 ആണ്ട് കന്നിമാസം മുതൽ വളരെ നല്ലൊരു സമയമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം മെച്ചമാകുന്ന ഒരു സമയമാണ്. ഗൃഹത്തിലെ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമാണ് ഉത്രം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ധനലാഭവും രോഗമുക്തിയുമാണ് ഇവരെ കാത്തിരിക്കുന്ന ഫലങ്ങൾ. 1200 ആണ്ടിൽ ഇവർക്ക് വളരെയധികം സമ്പാദ്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം നന്നായി നടക്കുവാനായിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കുക. ഇതിൽപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങം പകുതിയോടെ പേരും പ്രശസ്തിയും ധനവും എല്ലാം ഒരുപോലെ വരുന്ന ഒരു സമയമാണ്. ഗജകേസരി യോഗം എന്ന് തന്നെ പറയാം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. എല്ലാം നന്നായി നടക്കുന്നതിനായിട്ട് രോഹിണി നക്ഷത്രക്കാര് വിഷ്ണു ഭജനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. രോഹിണി, രേവതി, ഉത്രം, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാർക്കാണ് 1200 ആണ്ട് വളരെയധികം ഗുണം ചെയ്യുന്നത്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.